ഹലോ, ഈ ഒരു യാത്രയാണ്. ഈ യാത്ര എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തിരക്കുകളുടെ ഇടയിലാണ് ഈ യാത്ര പോകുന്നത്. ഇതെവിടേക്കാണെന്ന് അറിയണ്ടേ? വുമൺസ് കോളേജ് വഴുതക്കാട് അങ്ങോട്ടാണ് പോകുന്നത്. എന്തിനാണെന്നറിയണ്ടേ? നമ്മുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ ക്ഷണം ലഭിച്ചതിൻ പ്രകാരം ഒരു യോഗത്തിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. എന്ത് യോഗമാണെന്ന് പറയട്ടെ. നമ്മുടെ സർക്കാർ സംസ്ഥാന തലത്തിൽ ഒരു ഭിന്നശേഷി സർഗോത്സവം നടത്തുന്നുണ്ട്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ. അപ്പോൾ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റ് എന്ന പേരിട്ടിരിക്കുന്ന സവിശേഷ എന്ന പേര് നടത്തുന്ന ആ പ്രോഗ്രാമിൻ്റെ ജനുവരി മാസം നടത്തുന്ന പ്രോഗ്രാമിൻ്റെ ആലോചനാ യോഗത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു മാമിൻ്റെ ക്ഷണപ്രകാരം പോവുകയാണ്. അപ്പോൾ കേരള ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ നിന്ന് നമുക്ക് ലെറ്റർ കിട്ടി, സാമൂഹ്യനീതി വകുപ്പിൻ്റെ ലെറ്റർ കിട്ടി. നമ്മൾ അപ്രകാരമാണ് പോകുന്നത് കേട്ടോ. ഒരുപാട് തിരക്കുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഇതിന് പോകണം, കാരണം നമ്മളെ കുറച്ച് പേരിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അല്ലെങ്കിലും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിൽ തർക്കം ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞത്, നമുക്കൊരു ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ, നമുക്കൊരു MD ഉണ്ട്, ഒരു ചെയർപേഴ്സൺ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും നമ്മളെ കേൾക്കുന്ന ഉദ്യോഗസ്ഥരാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ അത് പഞ്ചായത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അതാത് പഞ്ചായത്തുകളിൽ നിന്ന്, വാർഡുകളിൽ നിന്ന്. നമ്മുടെ വാർഡിൽ എത്ര ഭിന്നശേഷി വിഭാഗക്കാരുണ്ട് എന്ന് ആദ്യം ഒരു മെമ്പറാണ് അല്ലെങ്കിൽ ഒരു കൗൺസിലറാണ്, അവരാണ് നോക്കേണ്ടത്. അവരുടെ വീടുകളിൽ പോയി അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയേണ്ടത്. അത് സർക്കാരിൻ്റെ തന്നെ ഒരു അത് ഈ മെമ്പർമാരോട് പറയേണ്ട ഒരു കാര്യമാണ്. അവർ തിരക്കാതിരുന്നിട്ട് വോട്ടിൻ്റെ സമയത്ത് മാത്രം പോയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തി. അപ്പോഴത്തേക്കും മന്ത്രി വന്നിട്ടില്ലായിരുന്നു, പിന്നെയാണ് വന്നത് മാം. അപ്പോൾ നമ്മളവിടെ ഇരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബിന്ദു മാം വന്നു. അപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ്റെ MD മൊയ്തീൻകുട്ടി സാറ്, ചെയർപേഴ്സണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കവിടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയ ഒരാളെ ഞാൻ കാണിക്കും. ബിന്ദു മാം എത്തി. പിന്നെ ആലോചനാ യോഗമായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിരുന്നു. MLA ആണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ശാരദാദേവി, യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ശാരദാദേവി. നിങ്ങൾ കാണേണ്ട വ്യക്തിത്വമാണ്. എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രൊഫസറാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചാരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചർ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ അത്രയും ഇഷ്ടം തോന്നുന്ന ഒരാൾ എൻ്റെ കുഞ്ഞനിയത്തിയാണ് കേട്ടോ. ഞാൻ പ്രൊഫസറാണ്, ഞാനിവ മാം എന്നൊന്നും വിളിക്കാറില്ല. അപ്പോഴത്തേക്ക് കാക്കച്ചി വന്നു. ഒന്നുകൂടെ പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ്. എവിടെ വെച്ച് കണ്ടെത്തി? ഹാപ്പി ക്രിസ്മസ്. വഴുതക്കാട് വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. എവിടെ വെച്ച് എന്ത് പ്രോഗ്രാം? വിമൻസ് കോളേജ് വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന സർഗോത്സവം എന്ന ഒരു പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിന് നമ്മൾ ദീജ കണ്ടെത്തി. അതിലെ സന്തോഷമാണ്. സവിശേഷ കാർണിവൽ ഓഫ് ദ ഡിഫറൻറ്റ് എന്ന പരിപാടി ഈ വരുന്ന ജനുവരി 18 ജനുവരി 19 മുതൽ നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ സ്വാഗത സംഘ രൂപീകരണത്തിൽ നമ്മൾ പങ്കെടുക്കും. സിന്ധു ചേച്ചി ഉണ്ട്, ദീജ ഉണ്ട്, രാജേഷ്, ശാരദാദേവി ഉണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റി. ഈ വർഷത്തെ ക്രിസ്മസിന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ദീജ വന്നില്ലായിരുന്നു. അപ്പോൾ ദീജയെ കാണാത്ത ഒരു വലിയൊരു അപ്പോൾ വരാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഇന്നിപ്പം ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ വിചാരിച്ചതല്ല, ഇവൾ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. എന്തായാലും ഇവൾ വന്നു. അതിന് ദീജയെ കാണാൻ പറ്റി. അതിന് ഒരുപാട് താങ്ക്സ്. കൊണ്ടുവന്ന നമ്മളെ ഇക്കായ്ക്കും ഒരുപാട് താങ്ക്സ്, ചേച്ചിക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നമ്മൾ അടുത്ത വർഷമാണ് കാണുന്നത്. ഈശ്വരൻ അനുഗ്രഹിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രോഗ്രാം നമ്മൾ വീണ്ടും ഒരുമിക്കും. അപ്പോൾ ചെയർപേഴ്സണാണ് നമ്മുടെ ജയ ഡാളിമ. അപ്പോൾ സിന്ധു ചേച്ചി നമ്മുടെ ആൾ കേരള വീൽ ചെയർ റൈസ് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ്,
രാജേഷ് സെക്രട്ടറി. അപ്പോൾ ഓരോ സംഘടനകളിൽ നിന്നിട്ട് അവരുടെ തലപ്പത്തുള്ള ആൾക്കാരെയൊക്കെയാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓരോ വിഭാഗങ്ങളിൽ നിന്നിട്ടുമായിട്ട് വിളിച്ചിട്ടുണ്ട്. അവർ നമ്മളെ ഭിന്നശേഷി വിഭാഗത്തിന് അവാർഡ് കൊടുക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ പരിപാടിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ജനുവരിയിലാണ് പ്രോഗ്രാം വരുന്നത്. അതിൻ്റെ ഒരു യോഗം അങ്ങനെയാണ്. ഭയങ്കര സപ്പോർട്ടാണ് മാം, നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ജയാഡാളി മാം കേട്ടോ. ഭയങ്കര സപ്പോർട്ടാണ് മാം. എന്ത് ചോദിച്ചാലും മറുപടിയുള്ള ഒരാളാണ് മാം ആയാലും മൊയ്തീൻകുട്ടി സാറായാലും പിന്നെ അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും കേട്ടോ. സാമൂഹ്യനീതി വകുപ്പിലെ എനിക്കറിയുന്ന എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ പഞ്ചായത്തിലെ മെമ്പർമാരാരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്. ഈ ഉദ്യോഗസ്ഥരെ പറയും, എന്തു പറഞ്ഞാലും മുഖ്യമന്ത്രിയെ പറയും. മുഖ്യമന്ത്രിയെ പറഞ്ഞിട്ട് കാര്യമല്ല. മുഖ്യമന്ത്രി നിയോഗിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. പഞ്ചായത്തിലിപ്പോൾ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മൾ നോക്കുന്നത്. ഭിന്നശേഷിക്കാരെ ഉന്നമനം അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഉന്നമനമാണ്. റോഡും മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീൽ ചെയർ ഫ്രണ്ട്ലി അല്ല എന്ന് സിന്ധു ചേച്ചി പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം നമുക്കൊക്കെ അങ്ങനെ പോകാൻ പറ്റുള്ളൂ, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇൻഷുറൻസ് ഒന്നും എടുത്ത് അങ്ങനെ ഒരു ആരോഗ്യ ഇൻഷുറൻസും എടുക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ തന്നെതേ ഉള്ളൂ നമുക്കൊക്കെ. അതിനെന്തൊക്കെയുള്ള വരുമാനമേ ഉള്ളൂ. അപ്പോൾ രാത്രിയായി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പറ്റി അറിയാൻ, നമ്മളെപ്പറ്റി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല, നോർമൽ സമൂഹത്തിന് മനസ്സിലാവുമെന്നറിയില്ല. ഞാൻ പറയുന്നത് എപ്പോഴും ഡിസബിലിറ്റി ഉള്ള ആൾക്കാരിൽ നിന്ന് തന്നെ ആൾക്കാരെ, അവർക്ക് വിദ്യാഭ്യാസമുള്ളവരുണ്ട്, ഓരോ സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കോർപ്പറേഷൻ്റെ MD ഉണ്ടല്ലോ മൊയ്തീൻകുട്ടി സാറ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവർക്കും നമ്മൾ വിളിച്ച അപ്പോൾ തന്നെ മറുപടി എല്ലാം ഉണ്ട് സാറിൻ്റെ ഭാഗത്ത് വന്നിട്ട്. അപ്പോൾ റോഡായാലും എല്ലായിടവും വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കണം. നമുക്ക് വേണ്ടത് ഒരു 50% പോലും ആയിട്ടില്ല, കുറേ കൂടെ എത്തിക്കണം, സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരണമെന്നാണ്.